ൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് കൈ കൂപ്പിയിട്ട് ഞാൻ പറയാം, ലസിത ഒന്ന് പ്ലീസ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഒന്ന് വെറുതെ വിടണം. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. നിനക്ക് കുടുംബം നശിപ്പിച്ച് നല്ല ശീലമുണ്ട് എന്ന് വെച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാക്കരുത്. ഇനി ഞാൻ അവരെയും കൂടി കൂട്ടിയിട്ടേ ഞാൻ വല്ല തീയും കൊളുത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി മരിച്ചോളാം. നിനക്ക് അത്രയ്ക്ക് സമാധാനമാണെങ്കിൽ 2 വർഷത്തോളമായി ഇപ്പം ഈ ലസിതൻ്റെ ടോർച്ചറിങ് ഞങ്ങൾക്ക് തുടങ്ങിയിട്ട് വയ്യാത്തോണ്ട് ചെയ്തു വെച്ചതാണ് ഞാൻ. ഒരാൾ ആത്മഹത്യ ചെയ്ത് ജീവിതത്തിലേക്ക് രക്ഷപ്പെട്ട് വരുന്ന ഒരു കാര്യം കാണുന്ന സമയത്ത് എല്ലാ ആൾക്കാരും അവരെക്കുറിച്ച് സഹതപിച്ച് പറയുന്നത് മാത്രമേ ഇത്രയും കാലം ഞാൻ കണ്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഒരു വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് നീ ചത്തില്ലേ എന്നൊരു വാർത്ത അല്ലെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ ആൾക്കാർ നിരന്തരമായിട്ട് ഒരാൾ പോലും സഹതപിച്ചുകൊണ്ട് ഇടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ആ കാര്യത്തിൽ നിന്നെങ്കിലും മനസ്സിലാക്കിക്കൂടെ ഈ സമൂഹത്തിന് എത്രമാത്രം വെറുപ്പ് നിന്നോടുണ്ട് എന്നുള്ളൊരു കാര്യം. അത് ഈ പറയുന്ന കണക്ക് ആരും മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തല്ല, നീ തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്തൊരു വെറുപ്പാണ്. അതിന് കുറേയധികം കാരണങ്ങൾ നീ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം കണ്ണനെ വരയ്ക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങി നിന്റെ കളിയാണ്. ആ കളിയിൽ തുടങ്ങിയിട്ട് നീ ഇന്ന് വരെ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിന്റെ ചാനൽ കൃത്യമായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വായിൽ പച്ച തെറിയല്ലാതെ, അത് സഹോദരൻ എന്ന് പറയുന്ന ഒരുത്തനെയും കൂട്ടിയിട്ട് അരുൺ എന്ന് പറയുന്ന ഒരുത്തനെയും കൂട്ടിയിട്ട് വിളിക്കുന്ന തെറികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും നേരെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാൾക്കും കേട്ട് നിൽക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. ഒരു പൊതുസമൂഹത്തിൽ വന്നിട്ട് സമൂഹ മാധ്യമത്തിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വൃത്തികേടുകൾ പറഞ്ഞിട്ട് തല ഉയർത്തി നടക്കാനായിട്ട് തൊലിക്കട്ടിയുള്ള ഒരു മനുഷ്യജീവിക്കും കഴിയില്ല. പക്ഷെ നിങ്ങൾ വീണ്ടും അത് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിപ്പോകുന്നൊരു കാര്യം, നിങ്ങൾ ഈ പറഞ്ഞ ദൈവത്തിനെ വരയ്ക്കുന്നു എന്നുള്ളത്, ദൈവത്തിനോട് ഭക്തി ഉണ്ടെന്ന് പറയുന്നത് മൊത്തം കാപട്യമല്ലേ. അത് മാത്രമാണ് തെളിക്കുന്നതെന്ന്. കാരണം ഈ പറഞ്ഞ നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് ദൈവത്തിനെ വരയ്ക്കാൻ വേണ്ടി കണ്ണനെ വരയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ ചെന്നിരുന്ന് ഒറ്റ സെക്കൻഡുകളിൽ തീരുന്നതൊന്നുമല്ല ഈ പടവരപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, അതിന് ഒരുപാട് ഈ പറയുന്ന എഫേർട്ട് ഇടേണ്ട കാര്യമുണ്ട്. ആ സമയത്ത് മൊത്തം ദൈവത്തിൽ മുഴുകിയിരുന്ന് വരയ്ക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക്, അതും ഇത്രയധികം ബിസിനസ് വരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു മാസത്തിൽ എല്ലാ ദിവസവും ബിസി തന്നെയായിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന നാവിൽ ഇത്രയും വൃത്തികേടുകൾ വിളിച്ച് ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ കഴിയുന്നതെന്ന് മാത്രം മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇനി ജസ്ന സലീം ഇതിന് മുന്നൊരിക്കലും ആത്മഹത്യ ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും പറയാം, ഹണി ട്രാപ്പ് എന്ന് പറയുന്നൊരു സംഭവത്തിൻ്റെ പേരിൽ പൊതുസമൂഹത്തിൽ മൊത്തം ആക്ഷേപിക്കപ്പെട്ട സമയത്താണ് ആദ്യം അത് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. പിന്നെ വീണ്ടും വന്നു, നന്നായെന്ന് വിചാരിച്ചു. പക്ഷെ വീണ്ടും തുടങ്ങിയ വിവാദങ്ങൾ, ദൈവത്തിൻ്റെ മുന്നിൽ പോയി കേക്ക് കട്ട് ചെയ്യുക, രണ്ടാമത് ഇപ്പം ദൈവത്തിൻ്റെ മുന്നിൽ പോയിട്ട് ഈ പറയുന്ന മാല ചാർത്ത് അല്ലെങ്കിൽ ദൈവത്തിന് ഉമ്മ വയ്ക്കുക, ഇതുപോലെ പ്രഹസനങ്ങൾ കാണിച്ച് ആൾക്കാരുടെ വെറുപ്പ് കൂട്ടി സമ്പാദിച്ച് ഈ വഴിക്കായതാണ്. അതിലപ്പുറത്തേക്ക് വെറുപ്പ് ഉണ്ടാക്കിയത് ഇപ്പം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇത് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കറക്റ്റായിട്ടൊരു എതിരാളി നിൽക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിലൂടെ FBയിലൂടെ ആയാലും ഇതിലൂടെ ആയാലും ഈ പറയുന്ന കണക്ക് അപരാധങ്ങൾ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലാണ്. ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ വൃത്തികേടുകൾ കേൾക്കാൻ വേണ്ടി, ഈ അപരാധങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ തമ്മിൽ വ്യക്തിവൈരാഗ്യമൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. നേരത്തെ അത് നേരിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് സമൂഹ മാധ്യമങ്ങൾ വഴി പറയാനുള്ള അത്രയും അന്തസ്സാണ് ആൾക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ നമ്മൾ അന്യോന്യം ചെളിവാരി എറിയുന്നതിൽ അപ്പുറത്തേക്ക് വീട്ടിലിരിക്കുന്നവരെ കൂടി പിടിച്ചിടുന്നതെന്ന് പറയുന്നത് അത്ര മാന്യതയുള്ളൊരു കാര്യമില്ല. അല്ലാതെ തന്നെ തെറി വിളിക്കുന്നതേ മാന്യതയുള്ളൊരു കാര്യമല്ല. അതും പൊതുസമൂഹത്തിൽ വന്നിരുന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊതുമാധ്യമത്തിൽ വന്നിരുന്ന് വിളിക്കണമെങ്കിൽ അച്ചില്ലറ തൊലിക്കട്ടിയൊന്നും അല്ല വേണ്ടതെന്ന് പറയുന്നത്. അത് രണ്ടുപേരും ഇങ്ങോട്ട് ചേസിത പാലക്കൽ എന്ന് പറയുന്ന സ്ത്രീയും ഇവരും കൂടെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രിയ എന്ന് പറയുന്നൊരു സ്ത്രീയും കൂടെ ഇപ്പം കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇവർ കൂടിയിട്ടുണ്ട്. ഇതിന് മുന്നാണെന്നുണ്ടെങ്കിൽ ഷെഫീന ബീവി, അവരും നിരന്തരമായിട്ട് ഇവർക്കെതിരെ രണ്ടുപേരും അടി തന്നെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് ഈ ഒരു 3 കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരുടെ പ്രത്യേകത, ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം. പക്ഷെ ഇവരുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷെഫീന ബീവി എന്ന് പറയുന്ന അവരുടെ കുഞ്ഞിനെ പറഞ്ഞത് ഓട്ടിസം എന്ന് പറയുന്ന ഒരു രോഗവുമായി കണക്ട് ചെയ്തുകൊണ്ട്, ആ ഒരു അവസ്ഥയുമായി കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞൊരു കാര്യം, വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ പറയാന്നുള്ളത് പാവം പിടിച്ചൊരു കാര്യമാണ്. അത് ഏറ്റവും അപരാധം പിടിച്ചൊരു കാര്യമാണ്. അത് ദൈവം പോലും പൊറുക്കാത്തൊരു കാര്യമാണ്. അവിടുന്ന് തുടങ്ങിയതാണ് ഇവരുടെ വൃത്തികേടുകൾ എന്ന് പറയുന്നത്. പിന്നെ പ്രിയ എന്ന് പറയുന്നത് നമുക്കറിയുന്നൊരു കാര്യമാണ്. ഈ ലോകത്തിൽ ഏതൊരു സ്ത്രീയും ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അമ്മയാകുക എന്ന് പറയുന്നത്. ഏതൊരു സ്ത്രീയും പൂർണ്ണയാവുക എന്ന് പറയുന്നത് അമ്മയാകുന്നതിലൂടെ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ അമ്മയാകാൻ കഴിയാത്ത കുറേയധികം പാവം മനുഷ്യരുണ്ട് ഇവിടെ എന്ന് പറയുന്നത്. അപ്പം
അവർ ഈ ഓരോ കുഞ്ഞുങ്ങളെ കാണുന്ന സമയത്തും അവരുടെ ഉള്ളു നീറിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അത്രയും സ്നേഹം വെമ്പിക്കൊണ്ടായിരിക്കും അവരിയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ. ചിലർ കുറേയധികം ട്രീറ്റ്മെൻറ്റ് എടുക്കും, ചിലർക്കാണെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് പൈസ കാണില്ല, അങ്ങനെ പിടയുന്ന കുറേ പാവം ജന്മങ്ങളുണ്ട്. അപ്പം അങ്ങനെ കഴിയുന്ന ആൾക്കാരെ ഈ വിഡ്ഢികളായിട്ടുള്ള അല്ലെങ്കിൽ മുഴുത്ത ഭ്രാന്തുള്ള ഒരു കൂട്ടം ആൾക്കാർ വിളിക്കുന്നത് മച്ചി എന്നൊരു പേര്. ആ പേര് ചേർത്ത് വിളിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നിട്ട് സന്തോഷിച്ചത്. ഇതിൻ്റെയൊക്കെ പരിണത ഫലം കിട്ടാതിരിക്കുമോ? ഇത് രണ്ടാമത്തെ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഈ പറയുന്ന ഇപ്പം വന്നിരിക്കുന്ന ആ ഒരു സ്ത്രീ ജസിത പാലക്കൽ എന്ന് പറഞ്ഞാൽ അവരുടെ മകളെയും ഇതിലേക്ക് വലിച്ചഴിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം വീട്ടിലിരിക്കുന്ന പിന്നെ അമ്മ വൃത്തികെട്ട രീതിക്ക് നടക്കുന്നതാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വൃത്തികെട്ട വാക്കുകൾ മാത്രം വിളിച്ചു പറഞ്ഞ് ഒരു എളുപ്പമില്ലാതെ ഈ കൈ മുറിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ അത്രയും ഭയങ്കര ബോൾഡായിട്ട് അത്രയും വൃത്തികേടുകൾ തന്നെ വിളിച്ച് പച്ചത്തെറികളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെ കഴിയുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു മനുഷ്യനും ഒരു പൊതുസമൂഹത്തിനും ഒരിക്കലും ഒരു തരത്തിലുള്ള ദയ്യം തോന്നില്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ആ കൈ കൊണ്ട് പടം വരയ്ക്കാതിരിക്കുക. നിങ്ങളാണത് വരയ്ക്കുന്നത്, എനിക്ക് തോന്നുന്നില്ല നിങ്ങളാണെന്ന്. കാരണം എപ്പോഴും ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ വായിൽ വരുന്ന വൃത്തികേടുകൾ അസഭ്യങ്ങൾ പറയാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് ദൈവത്തിനെ മറന്ന് പറ്റില്ല. തോന്നിപ്പോയൊരു കാര്യമാണ്. നിങ്ങൾ ഇനി ആർക്കെങ്കിലും പണം കൊടുത്ത് ആരെങ്കിലും കൊണ്ട് വരപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന്. ദൈവത്തെ ഓർത്ത് നിങ്ങളാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ വരയ്ക്കാതിരിക്കുക. കാരണം ദൈവം പോലും ഇറങ്ങി കൂടിപ്പോകും. കാരണം ഒരു ദൈവവും സഹിക്കില്ല. ദൈവം പോലും ഈ ലോകത്ത് ചിലപ്പോൾ അപ്രത്യക്ഷമായിരിക്കും. കാരണം അത്രയും വൃത്തികേടാണ് നിങ്ങളുടെ വായിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പോലൊരു സ്ത്രീ ദൈവത്തിനെ വരയ്ക്കാനേ പാടില്ല. ഇങ്ങനെയുള്ള വൃത്തിയുടെ ദൈവമായി ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യരും, അത് ആണാവട്ടെ പെണ്ണാകട്ടെ, ഇതുപോലൊരു ജീവിതം നയിക്കില്ല. ഇതുപോലുള്ള വൃത്തികേടുകൾ വിളിച്ച് പറയത്തുമില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിതൊന്നും കണക്കിലെടുക്കില്ല. കാണുമെന്ന് അറിയത്തില്ല, കണ്ടാലും കണക്കിലെടുക്കുമെന്ന് പോലും അറിയത്തില്ല. നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോ മാതാപിതാക്കൾക്കും ഏറ്റവും വിലപ്പെട്ടതെന്ന് പറയുന്നത് മക്കളുമാരാണ്. ഇനി നമ്മളിനി എത്ര നാടകം കളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനി ഏത് യാഥാർത്ഥ്യത്തിലൂടെ ആയാലും കടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സെക്കൻഡിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള നിയന്ത്രണവും വിട്ടുപോകും. ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന മരണത്തിലേക്ക് കടന്നു പോകാനുള്ള ചാൻസും വരും. നമ്മൾ തന്നെ ചെയ്യും. ചിലപ്പോൾ അബദ്ധത്തിൽ ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ മരണത്തിലേക്ക് അങ്ങ് പോകും. അത് ഈ പറയുന്ന ലക്കോ അങ്ങനത്തുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചു വരുന്നത് ദൈവഭാഗ്യം കൊണ്ടായിരിക്കും. ചിലർ നാടകം കളിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നൊരു കാര്യം, അവർക്ക് അമ്മയും അച്ഛനും ഉള്ള കാലത്തോളമാണ് അവർക്ക് ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത്. അമ്മയും അച്ഛനും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള പാവകളായിട്ട് മാത്രം മാറും ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ളവർക്ക് ഒരു തരത്തിലുള്ള ഒരു ഈ പറയുന്ന കടമയോ കടപ്പാടോ അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുസമൂഹത്തിനോട് ഒരു തരത്തിലുള്ള നീതിയും കാണിക്കേണ്ട. അല്ല, അപ്പുറത്തേക്ക് പ്രസവിച്ച കുഞ്ഞുങ്ങളല്ലേ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് ജീവിക്കാൻ മനസ്സ് കാണിക്കുക. അതിനപ്പുറത്തേക്ക് ഈ കാണിക്കുന്ന വെകിളിത്തരങ്ങൾ മൊത്തം കാണുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾ കൂടിയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഇളുഭ്യരായി പോകുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങളെക്കാഴി എത്രത്തോളം ആ കുഞ്ഞുങ്ങൾ വലുതായി വരുന്ന സമയത്ത് എത്രത്തോളം തൊലി ഉരിഞ്ഞാണ് കുഞ്ഞുങ്ങൾ ജീവിക്കേണ്ടി വരുന്നതെന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടെങ്കിലും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും അല്ല, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും നന്നാവാൻ ഇനിയെങ്കിലും ശ്രമിക്കുക. കാരണം ഒരാളുടെ മരണത്തിൽ പോലും ആൾക്കാർ, അല്ലെങ്കിൽ ആ മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കെങ്കിലും ആൾക്കാർ ഇത്രയധികം തരം താഴ്ത്തിക്കൊണ്ട് നീ പോയി ചത്തൂടെ എന്ന് ചോദിക്കുന്നെങ്കിൽ അത്രമാത്രം അറപ്പും വെറുപ്പുമാണ് നിങ്ങൾ എല്ലാവരിൽ നിന്നും സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ മാന്യതയോടെ മര്യാദയോടെ, അത്ര ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഈ പറയുന്ന എല്ലാവരെയും പേടിച്ച് കെട്ടി ഓച്ചാനിച്ച് ജീവിക്കണം എന്നുള്ള കാര്യമല്ല. ഈ പറയുന്ന കള്ളത്തരങ്ങൾ നിർത്തുക, ഈ അപരാധം പറച്ചിൽ നിർത്തുക, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതം ജീവിക്കുക എന്നുള്ളത്. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ദൈവത്തെ ഓർത്തുക, ദൈവത്തിനെ വരപ്പൊന്ന് നിർത്തുക, കണ്ണാന്നുള്ള വിളി ഒന്ന് നിർത്തുക. കാരണം ആ വായിന്ന് കണ്ണാന്ന് വിളി കേട്ട് കഴിഞ്ഞാൽ കണ്ണം പോലും ഓടിപ്പോവും. അതുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്.